ആത്മാവാം ദൈവമേ ഒരു നദി പോലിങ്ങൊഴുകിവാ, ആഴത്തിൽ മുങ്ങിത്താഴാനാശയെന്നിൽ പൊങ്ങുന്നേ. നിന്നോടൊന്നിഴുകിച്ചേരാ, നിന്നിൽ ചേർന്നൊന്നാവാ, കൊതിയേറുന്നേ കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ ഒരു നദി പോലിങ്ങൊഴുകിവാ, ആരും കാണാത്തതായി, ആരും കേൾക്കാത്തതായി, ആഴത്തിൻ മുത്തു തേടി ഞാൻ വരുന്നൻ യേശുവേ. ആത്മാവിൻ ശക്തി തേടി ഞാൻ വരുന്നൻ യേശുവേ. നിന്നോടൊന്നിഴുകിച്ചേരാ, നിന്നിൽ ചേർന്നൊന്നാവാ, കൊതിയേറുന്നേ കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ ഒരു നദി പോലിങ്ങൊഴുകിവാ, ഒഴുകിവാ നീ, ഒഴുകിവാ നീ, ഒഴുകിവാ എന്നിലൊഴുകിവാ നീ, ഒഴുകിവാ നീ, ഒഴുകിവാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വചനം. ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ 27-ാം വാക്യത്തിൽ എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നമുക്ക് ദൈവമക്കൾക്കൊരു ബലഹീനതയുണ്ടോ? ഉണ്ട്. എന്താണ് ആ ബലഹീനത? ആ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കുകയാണ്. യേശു കർത്താവ് പിതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ പിതാവിനോട് ചോദിച്ച് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് സഹായകനായി തുണയായി പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുമ്പം നിങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്തൊരു പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധം വരുത്തും. അപ്പം തന്നെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്കതിന് സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. യേശു കർത്താവ് പറഞ്ഞു, ഇങ്ങനെ പറയുന്നു, പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധം നമുക്ക് വ്യക്തിപരമായി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവ് നമുക്ക് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായി പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ ബലഹീനത, ആ പ്രാർത്ഥിക്കാൻ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയുന്നില്ലാത്ത ബലഹീനത മാറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയിലൂടെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു.
സെക്കര്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയാണ്, ഞാൻ ദാവീദ് ഗൃഹത്തിന് മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. എന്നിട്ട് പറയാണ്, തങ്ങൾ കുത്തിയവെങ്കിലേക്ക് അവർ നോക്കും, ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ, കൃപയുടെ, യാചിക്കുന്നതിൻ്റെ അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അതിനൊരു ആത്മാവിനെ ദൈവം പകരുമെന്നാണ് പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവില്ലാതെ നമുക്ക് യേശുവിനെ കർത്താവെന്ന് പറയാൻ പോലും ആർക്കും കഴിയത്തേയില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൽ 17-ാം അവിടെ അതിൻ്റെ 17-ാം വാക്യത്തിൽ പറയാണ്, ദൈവവചനം രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. 18-ാമത്തെ വാക്യം. അങ്ങനെ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും ജയകരമായ ജീവിതം നയിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ആ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വേണ്ട വിധം പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥനയ്ക്കായി സഹായിക്കുന്നു. ഇവിടെ പറയാണ്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിൻ്റെ സഹായത്തോടെ നമ്മുടെ ആത്മാവിൽ, അന്യഭാഷയിൽ ആത്മാവിലൊക്കെ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കണം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 26-ാം അധ്യായം 41-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പറയുന്നൊരു ഭാഗമാണ്. കർത്താവ് അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഉറക്കം തൂങ്ങുന്നത് കർത്താവ് കണ്ടു. അവർ ഉറങ്ങുന്നത് കണ്ടു പത്രോസിനോട് കർത്താവ് പറഞ്ഞതാണ്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾ കഴിഞ്ഞില്ലയോ? എന്നിട്ട് പറയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമാണ് അത്രയെന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ കുറേ നേരം പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചാൽ മണിക്കൂറുകൾ പോകുന്നത് അറിയാതെ ദൈവസന്നിധിയിൽ ഇരിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് ഇടയായിത്തീരും. അതിന് നമ്മളെ ആത്മാവ് സഹായിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മടുത്ത് പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഉപമ പറഞ്ഞു. അങ്ങനെ അപ്പം കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കും. കൊലോസ്യർ 4-ന്റെ 2-3 വാക്യങ്ങൾ അവിടെ പറയാണ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കണം. എന്നിട്ട് പറയാണ്, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അത് വെളിപ്പെടുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുമ്പോഴും ആ ദൈവവചനം അത് എഴുതപ്പെട്ട രീതി പ്രസംഗിക്കാനും ആ വചനത്തിൻ്റെ വാതിൽ തുറന്ന് ലഭിക്കാനും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. എന്നുള്ള പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. സ്തോത്രത്തോടെ എന്ത് ചെയ്യണം? അതിൽ ജാഗരിപ്പീൻ. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം, വാതിൽ തുറന്നു വന്നാൽ മാത്രം പോരാ, അത് സംസാരിക്കേണ്ടും വണ്ണം സംസാരിക്കേണ്ടതിന് വെളിപ്പെടുകയും ചെയ്യേണ്ടതിന്
ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പക്ഷെ പ്രാർത്ഥിക്കാൻ വേണ്ട വിധം നമുക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ബലഹീനതയാണ്, മനുഷ്യർക്കുള്ള ബലഹീനത ഏതാണ്, ദൈവമക്കൾക്കുള്ളത്. എന്നാൽ ആത്മാവ് തന്നെ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നു. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പക്ഷവാദം ചെയ്യും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളിന്ന് കൃപാസന മുൻപാകെ വരുന്നു. കർത്താവെ, ഞങ്ങളുടെ ബലഹീനത തിരിച്ചറിയാൻ, ആത്മാവ് ഞങ്ങൾക്ക് തുണയുണ്ടെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയാൽ ഈ ദിനങ്ങളിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഏത് നേരത്തും പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ, ഒഴുകിവാ നീ, ഒഴുകിവാ നീ, ഒഴുകിവാ എന്നിലൊഴുകിവാ നീ, ഒഴുകിവാ നീ, ഒഴുകിവാ.